ഗൈസ്, അങ്ങനെ തൃക്കേട്ടയായി. അപ്പോൾ എല്ലാവരുടെ ഓണമൊക്കെ നന്നായി പോകുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഞാനിതാ രാവിലെ തന്നെ കുളിച്ച് വിളക്കൊക്കെ വെച്ച് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞങ്ങൾക്കൊന്ന് നമ്മുടെ മൈത്രി റെസിഡൻസ് അസോസിയേഷൻ്റെ ഓണക്കിറ്റ് വിതരണമുണ്ട് ഞായറാഴ്ച. അതിനായിട്ട് ഞങ്ങൾക്ക് അരി, പായസത്തിൻ്റെ കിറ്റ് അതൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് റാപ്പ് ചെയ്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ വിനീഷേട്ടൻ പോകുമ്പോൾ ഞാനും കൂടെ പോയി. ഞങ്ങൾ മൈത്രി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആണല്ലോ, അതുകൊണ്ട്. അപ്പോൾ അതിനുള്ള വേണ്ട സാധനങ്ങളൊക്കെ സാമഗ്രികളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളിതാ ഞങ്ങളുടെ പുനർജനി യോഗ ഹാളിൽ പോവുകയാണ്. അവിടെയാണ് എല്ലാ സാധനമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. സാധനങ്ങളൊക്കെ തലേന്ന് രാത്രി തന്നെ സൻലാട്ടനും ബിനീഷേട്ടനും കൂടി മുകളിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. ചാക്ക് കണക്കിന് അരിയൊക്കെ, അങ്ങനെ കുറയൊന്നുമില്ല, കുറച്ചൊക്കെ. അപ്പോൾ ബിനീഷേട്ടൻ എന്നോട് പറയുന്നില്ല, രാത്രിത്തെ വീഡിയോ എന്താ നീ എടുക്കാൻ, ഞാൻ പണിയെടുക്കുന്നതൊക്കെ എല്ലാവരും കാണട്ടല്ലായിരുന്നോ. ഞാൻ പറഞ്ഞു സാരമില്ല, ഇനി അടുത്ത വട്ടം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അതിന് ഇതാ ഞങ്ങൾ അതൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു. ഇതാണ് കേട്ടോ സ്റ്റിക്കർ, മൈത്രി റെസിഡൻസ് അസോസിയേഷൻ ഓണാശംസകൾ. ഇതാണ് സ്റ്റിക്കർ. അപ്പോൾ സ്റ്റിക്കറൊക്കെ റാപ്പ് ചെയ്തു. ഞങ്ങൾ വേഗം കാര്യങ്ങളൊക്കെ നീക്കിയായിരുന്നു. കുറേ പേര് വരുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ എല്ലാവർക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആരെയും കണ്ടില്ല. ഞങ്ങൾ ലാസ്റ്റ് ഞാനും ബിനീഷേട്ടനും കൂടി മാത്രം ഇത് മൊത്തം ഒട്ടിക്കേണ്ടി വന്നു. ഞങ്ങൾക്കിനി വേലയും കൂടി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളങ്ങ് ഒട്ടിച്ചു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ആനന്ദാട്ടം വന്നേ, അപ്പോഴേക്കെല്ലാം കഴിഞ്ഞായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞായിരുന്നു ഗൈസ്. ഇത് മൊത്തം ഈ സ്റ്റിക്കർ മൊത്തം ഞാൻ എല്ലാം ഒട്ടിച്ചതായിരുന്നു. അപ്പോൾ ഇത് ആനന്ദാട്ടം വന്നപ്പോൾ പിന്നെ കുറച്ച് പിടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതെല്ലാം സെറ്റാക്കി വെച്ച് ഞങ്ങളങ്ങനെ അവിടെ നിന്നും നേരെ വീട്ടിൽ പോയി ചോറൊക്കെ ആക്കി വെച്ചിട്ടാണ് വന്നത്. ചോറൊക്കെ കഴിച്ചു നേരെ കണ്ണൂരേക്ക് പോകണമായിരുന്നു. ഇച്ചുവിന് പേട് കൊടുക്കുന്നുണ്ട്. പേട് മീൻസ് ഒരു ചെടി കൊടുക്കുന്നുണ്ട് കേട്ടോ. മാംകി നാംപർ ഏക്ക് പേട് എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ പേരിലൊരു മരം നടാൻ വേണ്ടിയിട്ട് കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ അത് ബസ്സിൽ കൊണ്ടുവരേണ്ട വെച്ചിട്ട് വിനീഷേട്ടൻ പറഞ്ഞ് ഞങ്ങൾക്ക് കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ കുറേ ആയിട്ടൊരു പത്തിരി മേക്കർ, അതായത് പ്രസ്സർ, ചപ്പാത്തി പ്രസ്സർ ഉണ്ടല്ലോ, അത് ഇലക്ട്രിക്കിൻ്റെ വാങ്ങാൻ വേണ്ടിയിട്ട് പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ അന്വേഷിച്ചു. പിന്നെ എന്തായാലും ഞങ്ങളങ്ങനെ നിക്ഷാനിൽ പോയിട്ട് വാങ്ങി. ഇതാണ് സംഭവം. ഞാനത് ഉണ്ടാക്കുന്ന കാണിക്കാട്ടോ. ഞാൻ പത്തിരി ഉണ്ടാക്കുന്ന രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ നമുക്കിനി പത്തിരി എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ചെടികളൊക്കെ നടന്നു വരുന്നു എന്ന് വിചാരിക്കേണ്ട, ഇതൊക്കെ മക്കൾക്ക് കൊടുത്ത ചെടികളാണ് കേട്ടോ. ഇതൊന്നും സ്കൂളിൽ പഠിക്കാൻ വേണ്ടി വന്നതല്ല, ഇത് വീട്ടിൽ നടാൻ വേണ്ടി വന്നതാണ്. അതായത് ഇച്ചുവിനും കിട്ടിയിട്ടുണ്ട്. ഇത് സമൃദ്ധ, ഇത് അഗ്നേയ്, ഇച്ചുവിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. എന്നും എന്നോട് പറയും, അമ്മ അവരെയൊക്കെ വീഡിയോ എടുക്കണം, അവരൊക്കെ വ്ളോഗിൽ വരാൻ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഞാൻ ഐസുവിൻ്റെ ക്ലാസ്സിലെ കുട്ടികളും പറയും ഇത് ശിവ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയും കേട്ടോ, വീഡിയോ എടുക്കണോ, ഇത് ശ്രീയാൻ. അപ്പോൾ ഇതാണ് അനാമിക, നൈസുവിൻ്റെ ഈ മോൾ എപ്പോഴും പറയും അനാമികയാണിത്. ഇവക്കായിരുന്നു KV കണ്ണൂരിലെ ഏറ്റവും ടോപ്പർ SLCക്ക്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കണ്ണും മൂക്കുള്ള ബിസ്ക്കറ്റ് ഉണ്ടല്ലോ പണ്ടത്തെ, അത് കണ്ടപ്പോൾ എനിക്ക് നൊസ്റ്റു അടിച്ചിട്ട് ഞാൻ വാങ്ങിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അതിൻ്റെ ചിരി കാണാൻ. അപ്പോൾ ഞാനും അത് അകത്താക്കി. അപ്പോൾ ഇച്ചുവിനും കൊടുത്തു. അങ്ങനെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.